ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി നടത്തിയ ബെറ്റ് വെക്കലിനെ തുടർന്ന് സിപിഐ അംഗത്വം ഉപേക്ഷിച്ച് മുസ്ലിം ലീഗിൽ ചേർന്ന പ്രവർത്തകൻ. സിപിഐ തുവൂർ ലോക്കൽ കമ്മിറ്റിയുടെ സജീവ പ്രവർത്തകൻ അറക്കുണ്ടിൽ ഗഫൂറാണ് മുസ്ലിം ലീഗിൽ ചേർന്നത്. തന്റെ സുഹൃത്തായ കൊപ്പത്ത് ഷെരീഫിനോടാണ് എം സ്വരാജ് ജയിക്കുമെന്നും മറിച്ചാണെങ്കിൽ താൻ ലീഗിൽ അംഗത്വം എടുക്കുമെന്നും ഗഫൂർ ബെറ്റ് വെച്ചത്. ആര്യടൻ ഷൗക്കത്ത് വിജയിച്ചതോടെ ഗഫൂർ ബെറ്റ് പാലിച്ച് ലീഗിൽ ചേരുകയായിരുന്നു. STU തുവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൊപ്പത്ത് ഷെരീഫും CPI ടൗൺ ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി അറക്കുണ്ടിൽ ഗഫൂറും മെക്സവൻ വ്യായാമ കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. വ്യായാമത്തിന് ശേഷമുള്ള ചായകുടിക്കിടെയാണ് ഇരുവർക്കുമിടയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമായത്. ചർച്ച മൂർച്ഛിച്ച് ഒടുവിൽ ബെറ്റിലെത്തി. UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാൽ CPI വിട്ട് മുസ്ലിം ലീഗിൽ ചേരുമെന്ന് ഗഫൂറും സ്വരാജാണ് ജയിക്കുന്നതെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് കൊപ്പത്ത് ഷെരീഫും ബെറ്റ് വെച്ചു. ഒടുവിൽ വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനൊപ്പം കൊപ്പത്ത് ഷെരീഫും വിജയിച്ചു. എന്താ തരുമെന്ന് ചോദിച്ചാൽ ആദ്യം ഇപ്പം പണിയാതൊന്നും തരൂല. എന്നാൽ ഞാനൊരു പണി പറഞ്ഞുതരാ. അഥവാ സ്വരാജ് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം ഇന്നോടുകൂടി നിർത്തി. പിന്നെ 23-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞ് 24-ാം തീയതി രാവിലത്തോടുകൂടി എൻ്റെ പൊതുപ്രവർത്തനം നിർത്തിവെക്കാൻ ഞാൻ തയ്യാറാണ്. ആ സമയം ഇയാൾ പറഞ്ഞു, ഗഫൂർ പറഞ്ഞു, ഞാൻ എന്നൊരു പണിയാ, എൻ്റെ CPIൻ്റെ അംഗത്വത്തിലാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ CPIൻ്റെ എല്ലാ സ്ഥാനമാനങ്ങളും രാജിവെച്ച് നീ പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കടന്നു വരാമെന്ന് അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. അങ്ങനെ ആ ബെറ്റ് പ്രകാരം അദ്ദേഹം രാവിലെ, ഞാൻ തന്നെ സത്യത്തിൽ മറന്നുപോയിരുന്നു, അദ്ദേഹം രാവിലെ 9 മണിക്ക് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ കരാർ പാലിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം പറയുന്ന ഒരാളും കൂടി എൻ്റെ കൂട്ടാണ് കൊറ്റങ്കോട ഹുസൈൻ്റെ വീട്ടിൽ പോവുകയും അവിടെ വെച്ചിട്ടാണ് ഞങ്ങളെ ക്ലിപ്പ് എടുത്തത് കണ്ട് ഞങ്ങൾ ഈ പ്രചരണം നടത്തുകയും ചെയ്തു. അംഗത്വം ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് കുഞ്ഞാപ്പു ഹാജി, മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി മജീദ് സാഹിബും അതുപോലെ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളോടും കൂടി ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് ഔദ്യോഗികമായി മെമ്പർഷിപ്പ് നമ്മൾ വിതരണം ചെയ്യും. ബെറ്റ് പാലിക്കാൻ ചൊവ്വാഴ്ച രാവിലെ CPIയിലെ തന്റെ സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ച് ഗഫൂർ ഷെരീഫിന്റെ വീട്ടിലെത്തി. ലീഗിൽ ചേരാനുള്ള ഗഫൂറിന്റെ സന്നദ്ധത വീഡിയോ ആക്കി പ്രചരിപ്പിക്കുകയും ചെയ്തു. ജില്ലാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ വരും ദിവസം ഗഫൂർ ലീഗ് അംഗത്വം സ്വീകരിക്കും. ഇവിടെ ഒരു വെറ്റ് വെച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുകയാണെങ്കിൽ ഞാൻ മുസ്ലിം ലീഗ് വരും. അത് മാനുവാണ്, കൊപ്പത്ത് മാനുവാണ് വ്യക്തി പറഞ്ഞു. അങ്ങനെ സുരാജ് ജയിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പാർട്ടിയല്ല, അവന് പറഞ്ഞത് പൊതുപ്രവർത്തനം മുഴുവൻ അവസാനിപ്പിക്കും. അങ്ങനെ ഞങ്ങൾ എഗ്രിമെൻറ്റിൽ ഒരു വെറ്റ് വെച്ച്, ആ വെറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുകയും ഞാൻ ഇന്ന് രാവിലെ 9 മണിക്ക് മാനുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വെറ്റ് വെച്ചത് വന്നുകൊള്ളു, ആ വെറ്റ് വെച്ച തീരുമാനപ്രകാരം ഞാൻ പാർട്ടിയിലേക്ക് ഒന്നുമില്ലൊരു ഇതിന് വന്നു. കേരളം മുഴുവൻ ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇത്തരത്തിലുള്ള നിരവധി രസകരമായ മുഹൂർത്തങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ന്യൂസ് ബ്യൂറോ തുവൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.